അങ്ങനെ നമ്മളുള്ളത് കോവളം ബീച്ചിലാണ്. കോവളം ബീച്ച് ചെന്നൈ ഭാഗത്താണ്. തിരുവനന്തപുരത്തുള്ള കോവളം ബീച്ചല്ല, ചെന്നൈയിലുള്ള കോവളം ബീച്ചിലാണ്. ഇവിടെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച ഉണ്ട്, പരിചയപ്പെട്ടല്ലോ. കോവളം ബീച്ചിൻ്റെ ഒരു ബീച്ച് ഭാഗം ഉണ്ടത്. ഇവിടെ മൊത്തം മീൻ സ്റ്റാളുകളാണ് കേട്ടോ. മീൻ സ്റ്റാളുകളിൽ നമുക്ക് ഒരുപാട് മീനുകൾ, വ്യത്യസ്തമായ രുചികളിലുള്ള മീനുകൾ രുചിക്കാൻ കിട്ടും കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ജ്യൂസിൻ്റെ കട വരുന്നുണ്ട്. അതൊക്കെ മീൻ സ്റ്റാളുകളാണ് കേട്ടോ, ഓരോ മീൻ സ്റ്റാളുകളാണ്. അവിടെ ബോളിലാക്കി വെച്ചിട്ടുള്ള മീനുകളൊക്കെ 50 രൂപ. പിന്നെ അവിടെ ട്രേയിലുള്ളതൊക്കെ 100, 200, 70, 50 പല റേറ്റിലാണ് കേട്ടോ. ചീപ്പ് റേറ്റാണ്. ഇതൊക്കെ അവർക്ക് ഇരിക്കാനുള്ള സ്പേസുകളാണ് കേട്ടോ. ബോളിലാക്കി വെക്കുന്ന മീനുകളാണ് കേട്ടത് മൊത്തം. ഇതെല്ലാം 50 രൂപ. ഇത് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള റേറ്റ് കേട്ടോ. ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ. ആ കാണുന്ന ലൈനിലുള്ള സ്റ്റാളുകളൊക്കെ മീനിൻ്റെ സ്റ്റാളുകളാണ്. ഈ ഒരു ഏരിയക്ക് പോയി കഴിഞ്ഞാൽ ബീച്ച് കാര്യങ്ങൾ, വേറെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട്. അങ്ങോട്ട് നമുക്ക് പോയിട്ട് വരാം. എന്നിട്ട് ഈ ഒരു ഏരിയ നമുക്ക് പരിചയപ്പെടാം. ഈ ഒരു ഏരിയക്ക് വന്നു കഴിഞ്ഞാൽ കുറേ ഉണക്കമീനുകളുടെ കച്ചവടം, പച്ചമീനിൻ്റെ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെയിൽ, ഇപ്പം വെയിൽ പോയിട്ടുള്ളൂ, അപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. ഇവിടെയൊക്കെ വലിയ വലിയ മീനുകളുണ്ട് കേട്ടോ. ഈ ഒരു ലൈന്, ആ ലൈന് അവിടെ വരണ്ടേ, ഈ ഒരു സൈഡ് ഇങ്ങനെ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ ഫുള്ള് ടോയിൻ്റെ കച്ചവടം കേട്ടോ. ഇവിടെ ചെറിയ ഐസ്ക്രീം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കച്ചവടം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. തോക്ക് വെടി വെക്കണ പരിപാടിയുള്ള കളിയാണ് കേട്ടോ. റിങ് വെച്ചിട്ടുള്ള, നമ്മൾ ഇടുന്ന റിങ്ങിൽ എന്താണ് കൊടുക്കുന്നത് നമുക്ക് എടുക്കാം. കുറച്ചു നേരം നമുക്ക് ഇങ്ങനെ നോക്കിക്കാം എന്താ പാടുന്നുള്ളത്. റിങ്ങിന് 50 റുപ്യ കേട്ടോ. അത് ഏത് റിങ്ങിൽ വീണാലും നമുക്ക് ആ സാധനം എടുക്കാന്നുള്ളതാണ്. ഒന്ന് കിട്ടിയിട്ടാ. അപ്പൊ ഇഞ്ഞും വലിയ ഒരു ഏറെണ്ണം കൂടി നിൽക്കണേ. 50 രൂപ എടുത്താൽ 10 റിങ് തരും. എത്ര റിങ് വീഴുന്നോ അത്രയും റിങ്ങിന്റെ സാധനങ്ങൾ നമുക്ക് എടുക്കാന്നുള്ളതാണ്. அது இருக்காது, அது അതാ ഒന്ന് കിട്ടിട്ടാ. ഇപ്പത്തേരെ കൊടുത്ത് ഇതിന്റെ രസം എന്താ അറിയോ, ഇതിന്റെ ഇൻട്രസ്റ്റ് ഒടുക്കി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും കളിക്കട്ടാ. ഇവൾക്ക് 2 റിങ്ങിൽ ഓരോന്ന് കിട്ടി. അവര് വലിയ റിങ് നോക്കിയിട്ട് തിരഞ്ഞെടുക്കാണ്. വലിയ റിങ് വേണമെന്ന് പറഞ്ഞിട്ട് വലിയ റിങ് തിരഞ്ഞെടുക്കാണ്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള കൊട്ടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കളി തന്നെയാണ്, തോക്ക് വെടിവെപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വേറൊരു ഗെയിം കേട്ടോ. മൊത്തം ഇതുപോലത്തെ കളികളുടെ ഒരു ഏരിയ ആണ് കേട്ടോ. കുറച്ച് സ്നാക്സ് കാര്യങ്ങൾ, ജ്യൂസൊക്കെ കിട്ടുന്ന കട ഉണ്ട്. അതുപോലെ കമ്പം ചൂടുന്ന ഒരു കടയാണ് അവിടെ. ഇവിടെ അതേപോലെ സ്നാക്സിൻ്റെ കട, അവിടെ അതേപോലെ സ്നാക്സുള്ള കട ഉണ്ടാ. കടലിൻ്റെ ഓളം തള്ളിയിട്ട് ഇങ്ങനെ നമുക്ക് പലതും ആസ്വദിച്ചോടെ ഇരിക്കട്ടാ.
വളരെ വേണ്ട. അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്തിട്ടാ. ഇവിടെ ഇങ്ങനെ മീൻ മാർക്കറ്റും അവിടെ ഇങ്ങനെ ടോയ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ. ഈ ഏരിയക്ക് വരുമ്പോൾ ഫുള്ള് ഫിഷിൻ്റെ ഏരിയ കേട്ടോ. പൊരിച്ച മീൻ ചീപ്പ് റേറ്റുള്ളൂ കേട്ടോ, ചെറിയ കായ വരുന്നുള്ളൂ. അതേപോലെ ഈ ഏരിയക്കൊക്കെ തന്നെ കേട്ടോ. ഇങ്ങനെ മൊത്തത്തിൽ ടേബിൾ കാര്യങ്ങളൊക്കെ ഇട്ടിക്കണ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഏരിയയിൽ അതിന് തന്നെ കേട്ടോ. ഞങ്ങളിന്ന് ടെൻ്റ് അടിക്കുന്ന സ്ഥലമാണ് കേട്ടോ. എന്താ കണ്ടോളി, ഇവിടെയാണ് ടെൻ്റ് അടിക്കുന്നത്. അവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ച പോലെ ഇവിടെ ടെൻ്റ് അടിച്ചോളി പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ടെൻ്റ് അടിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇന്നത്തെ. എന്താ മൊത്തം കടൽ, ആ ഏരിയ മൊത്തം കടലാണ്. അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന കടലിൻ്റെ കാറ്റ് ഇങ്ങനെ അങ്ങോട്ട് കിട്ടും. കണ്ടേ ഞാനുണ്ട് വൈബ്. ഈ വൈബൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇവിടേക്കന്നെ വരണം കേട്ടോ. ഇത് കടപ്പുറത്തുള്ളൊരു ഷെഡാണ്, മീൻകാര ഷെഡാണ്. മോനസ് ഡാൻസ് കളിക്കാൻ വേണ്ടി കയറിയിരിക്കണേ.